ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നേന്ത്രപ്പഴം അരിപ്പൊടിയും വെച്ച് ട്രഡീഷണൽ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണേ. നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പഴത്തിൻ്റെ പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ നെയ്യ്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് നമുക്കൊരു ഡോ ആക്കി എടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല. പഴം നമ്മൾ അരച്ചെടുത്ത തന്നെ ആ പേസ്റ്റിൽ തന്നെ നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കയ്യിൽ കുഴച്ചെടുക്കാം. ഇതിൽ ഒരു സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പഴത്തിൻ്റെ പേസ്റ്റിൽ നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തോളൂട്ടാ. ഞാൻ അതിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്, 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തുട്ടാ. 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പാകത്തിന് കുഴക്കാൻ എത്ര വേണോ അതനുസരിച്ച് ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. ഡ്രൈ ആവാണ്ടിരിക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഈ മാവിന് ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അതുവരെ ഇത് റെസ്റ്റ് ആവാൻ മാറ്റി വയ്ക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്, കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം. നാളികേരക്കൊത്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. ബദാമോ പിസ്തയോ കാഷ്യോ ഏതല്ല, നട്ട്സ് ഇല്ലാണ്ട് നാളികേരക്കൊത്ത് മാത്രം മതിയെങ്കിൽ അതും ആവാം. അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്ത് നെയ്യിൽ നല്ലോണം വാടി കിട്ടി. ഇത് നമുക്ക് മാറ്റാം പാനിന്. 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ്. അത് പാനിലേക്ക് ചേർക്കാം. പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. പാനിൽ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ, കുക്കറിൽ വേവിക്കരുത്. ചെറുപയർ പരിപ്പ് ആയ കാരണം കുഴഞ്ഞു പോകും. നമുക്ക് കുഴഞ്ഞിട്ടല്ല വേണ്ട, പരിപ്പ് കാണും വേണം, എന്നാൽ പരിപ്പ് വെന്തിട്ടും ഉണ്ടാവണം. ആ പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. പരിപ്പ് വേവാനായിട്ട് 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്, 1/4 കപ്പ് വെള്ളം. പാൽ ഇഷ്ടമില്ലാത്തവർ വെള്ളത്തിൽ തന്നെ വേവിച്ചാലും മതി. പരിപ്പൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. പാലും വെള്ളമൊക്കെ വറ്റി പരിപ്പ് വേവും ചെയ്തുട്ടാ. 5 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല. നമ്മൾ കുതിർത്തി വെച്ച കാരണം ഇത് കണ്ടില്ലേ, നല്ലോണം പരിപ്പ് വെന്തിട്ടുണ്ട്. അതുപോലെ പരിപ്പ് കാണുന്നുണ്ട്. ഈ പാകമാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. പരിപ്പിൻ്റെ കൂടെ ഈ നാളികേരം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നാളികേരത്തിലുള്ള ഈർപ്പം പോകണം. ഒരു അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലോ പൊടി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുക്കി ഒഴിച്ചാലും മതിയിട്ടാ. എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ശർക്കര ചൂടാകുമ്പോൾ ഒന്ന് ലൂസാവും. എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കും വേണം. മിക്സ് നല്ലോണം ഡ്രൈ ആയിട്ടാണ്. ഇത്രയ്ക്കും ഡ്രൈ ആക്കി വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. നമ്മൾ നെയ്യിൽ വാട്ടി വെച്ച നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സ് നല്ലോണം തണുത്തുണ്ട്. നമ്മൾ മാറ്റി വെച്ചേക്കണം മാവ് നോക്കാം. മാവ് ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ബോൾസ് ആക്കാം കേട്ടോ. എല്ലാ മാവും ബോൾസ് ആക്കി എടുത്തു. ഇനി നമ്മുടെ ഫില്ലിങ്ങും 9 ബോളാക്കി എടുക്കാം. പക്ഷേ ഈ ബോളിനെക്കാട്ടിലും കുറച്ച് ചെറുതാക്കി വേണം ബോളാക്കി എടുക്കാനായിട്ട്. ഫില്ലിങ്ങും ബോൾസ് ആക്കി എടുത്തു. ഇനി നമുക്ക് ഇത് കൊഴുക്കട്ടയ്ക്ക് പ്രസ് ചെയ്ത് എടുക്കണ പോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം. ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഒരു ബോൾ ഇതിൽ വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക്. ഫില്ലിങ്ങും വെച്ച് പിന്നെ നമ്മളിത് റൗണ്ടാക്കി എടുത്തു. ഇത് കണ്ടില്ലേ, ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാണ്ട് വേണം റൗണ്ടാക്കി എടുക്കാനായിട്ട്. എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തു. വേറൊരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെള്ള എള്ളിടുന്നുണ്ട്. ഓരോ ബോൾസും ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം നമുക്ക്. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അതിലേക്ക് എള്ള് പിടിച്ചോളൂ. ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് സ്റ്റീമർ വെച്ച് കൊടുക്കാം.
ഈ അടപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഇല വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. കൊഴുക്കട്ട വെന്തുണ്ടാവും. ഫ്ലെയിം ഓഫാക്കാം. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. കൊഴുക്കട്ട തണുത്തു. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയും ലൂട്ട സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം നമുക്ക് റെഡിയാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.